ഹായ് ഹലോ വെൽക്കം ടു ബ്ലാസ്റ്റേഴ്സ് അരീന. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ പരിശീലകനായ മിക്കേൽ സ്റ്റാറയുടെ സ്ഥാനം ഇപ്പോൾ നഷ്ടമായിട്ടുണ്ട്. ക്ലബിന്റെ മോശം പ്രകടനത്തെ തുടർന്നാണ് അദ്ദേഹത്തെ ബ്ലാസ്റ്റേഴ്സ് ഒഴിവാക്കിയിട്ടുള്ളത്. ഇനിയിപ്പോൾ താൽക്കാലികമായി കൊണ്ട് റിസർവ് ടീമിന്റെ പരിശീലകനായ തോമസ് ടോർസും അതുപോലെ തന്നെ ഇന്ത്യൻ അസിസ്റ്റന്റ് പരിശീലകനായ TG പുരുഷോത്തമനും ചേർന്നുകൊണ്ടാണ് ബ്ലാസ്റ്റേഴ്സിനെ താൽക്കാലികമായി കൊണ്ട് പരിശീലിപ്പിക്കുക. ഒരു മുഖ്യ പരിശീലകനെ ഇപ്പോൾ ക്ലബിന് ആവശ്യമുണ്ട്. ഇവാൻ വുക്കുമനോവിച്ച്, ഡെസ് ബക്കിംഗ്ഹാം എന്നിവരുടെ പേരുകൾ സജീവമായി ഉയർന്നു കേട്ടിരുന്നുവെങ്കിലും മാർക്കസ് മർഗുലാവോ അത് തള്ളിക്കളഞ്ഞിരുന്നു. ഈ രണ്ട് പരിശീലകരെയും കേരള ബ്ലാസ്റ്റേഴ്സ് ഇപ്പോൾ പരിഗണിക്കുന്നില്ല എന്നാണ് മാർക്കസ് മർഗുലാവോ പറഞ്ഞിട്ടുള്ളത്. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ട ഒരു സൂചന ഇപ്പോൾ പുറത്തേക്ക് വന്നിട്ടുണ്ട്. കേരള ബ്ലാസ്റ്റേഴ്സ് ഒരു പുതിയ മുഖത്തെ തേടുന്നതിന് പകരം ISLൽ എക്സ്പീരിയൻസ് ഉള്ള ഒരു പരിശീലകനെയാണ് ഇപ്പോൾ അന്വേഷിക്കുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത്. ഇന്ത്യൻ സൂപ്പർ ലീഗിൽ പരിചയസമ്പത്തുള്ള ഒരു പരിശീലകനെ, അത്തരത്തിലുള്ള ഒരു പരിശീലകനെയാണ് ഇപ്പോൾ കേരള ബ്ലാസ്റ്റേഴ്സിന് വേണ്ടത്. എന്നാൽ ആരായിരിക്കും ആ ഒരു സ്ഥാനത്തേക്ക് വരിക, അല്ലെങ്കിൽ ബ്ലാസ്റ്റേഴ്സിന്റെ ഷോർട്ട് ലിസ്റ്റിൽ ഉള്ള പരിശീലകർ ആരൊക്കെയാണ് എന്നുള്ളതൊന്നും വ്യക്തമല്ല. നേരത്തെ ഒരുപാട് കാലം ഈ ഒരു ISLൽ പരിശീലിപ്പിച്ച് പരിചയമുള്ള വ്യക്തിയാണ് യുവാൻ ഫെറാൻഡോ. അതുപോലെ തന്നെ ഈസ്റ്റ് ബംഗാൾ നേരത്തെ പുറത്താക്കിയ ഒരു പരിശീലകനാണ് കാർലസ് കോഡ്രറ്റ്. ഇവരൊക്കെ അവിടെ അവൈലബിൾ ആണ്. പക്ഷെ ഇവരെ ബ്ലാസ്റ്റേഴ്സ് പരിഗണിക്കുന്നുണ്ടോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. നിലവിൽ ബ്ലാസ്റ്റേഴ്സ് മുൻഗണന നൽകുന്നത് ISLൽ പരിശീലിപ്പിച്ച് പരിചയമുള്ള ഒരു വ്യക്തിയാണ്. ഇനിയിപ്പോൾ പുതിയ ഏതെങ്കിലും പരിശീലകർ വരുമോ എന്നുള്ളതൊന്നും വ്യക്തമല്ല. മിക്കേൽ സ്റ്റാറയെ പുതിയതായി കൊണ്ടായിരുന്നു ബ്ലാസ്റ്റേഴ്സ് ഇന്ത്യൻ സൂപ്പർ ലീഗിലേക്ക് കൊണ്ടുവന്നിരുന്നത്. പക്ഷെ അത് ഫലം കാണാതെ പോവുകയായിരുന്നു. ഏതായാലും ഏത് പരിശീലകൻ വന്നിട്ടും കാര്യമില്ല, മികച്ച ഒരു സ്ക്വാഡ് കൂടി ബ്ലാസ്റ്റേഴ്സിന് വേണം എന്നാണ് ആരാധകർ ഇപ്പോൾ ആവശ്യപ്പെടുന്നത്. വരുന്ന ജനുവരി ട്രാൻസ്ഫർ വിൻഡോയിൽ കാര്യമായ മാറ്റങ്ങൾ ബ്ലാസ്റ്റേഴ്സ് ടീമിനകത്ത് നടത്തണം എന്ന ആവശ്യം ഇപ്പോൾ ശക്തമായി ഉയർന്നു കേൾക്കുന്നുണ്ട്. ഈ വീഡിയോയുടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം.